കൊൽക്കത്തയിലേക്ക് പോവുകയാണ്. കൊൽക്കത്ത നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സൂക്ഷിച്ച ബാലറ്റ് ബോക്സുകൾ തുറക്കാൻ ശ്രമമെന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അതിൽ അപ്ഡേറ്റുകൾ വരുന്നുണ്ടായിരുന്നു. പോസ്റ്റൽ ബാലറ്റ് മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയായിരുന്നു എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നു. അവിടെ തൃണമൂൽ കോൺഗ്രസ് അവിടെ പ്രതിഷേധിച്ചിരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ ഇപ്പോൾ തത്സമയം അവിടെ നിന്നും ചേരുന്നുണ്ട്. ശ്രീനാഥ്, എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ? ഇപ്പോൾ ഞാൻ ഈ നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിന് പുറത്താണുള്ളത്. ഇവിടെ ഇപ്പോൾ തൃണമൂൽ നേതാക്കൾ പുറത്തു വന്ന് സംസാരിക്കും. നമുക്ക് ആ സ്റ്റേഡിയത്തിന് മുന്നിലെ കാഴ്ചകൾ കൂടി കാണാം. അവിടെ ഒരു വലിയൊരു സന്നാഹം, കേന്ദ്രസേന അടക്കമുള്ളവരുടെ ഒരു വലിയ സന്നാഹത്തെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഒരുപക്ഷെ ഇതൊരു വലിയ പ്രതിഷേധത്തിലേക്ക് പോകും എന്നൊരു തോന്നൽ ഒരു ഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. കാരണം ഈ പോസ്റ്റൽ EVM-കൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിനകത്ത് ആളുകൾ കയറി എന്നതായിരുന്നു ആരോപണം. ചില ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നത് അത് EVM-കൾ സൂക്ഷിച്ച മുറിയല്ല, അതിന് തൊട്ടടുത്ത് മറ്റൊരു മുറി ഉണ്ടായിരുന്നു. അവിടെ ഈ പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ചിരുന്നു. അത് മണ്ഡലാടിസ്ഥാനത്തിൽ ഒന്ന് തരംതിരിക്കുന്ന ജോലിയായിരുന്നു. ഇക്കാര്യം നേരത്തെ തന്നെ അറിയിച്ചതായിരുന്നു. അതാണ് ഈ കോറിഡോറിൽ വെച്ച് നടന്നത്, ഇടനാഴിയിൽ വെച്ച് നടന്നത് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. ഏതായാലും തൽക്കാലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിശദീകരണത്തിൽ തൃണമൂൽ നേതാക്കൾ തൃപ്തരായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരിപ്പോൾ മടങ്ങുന്നത്. അതേസമയം ഇനി ഒരിക്കലും ഈ തരത്തിലൊരു സംഭവം ഇവിടെ ഉണ്ടാവാൻ പാടില്ല, കൂടുതൽ CCTV-കൾ സ്ഥാപിക്കണം എന്നടക്കമുള്ള ചില നിർദ്ദേശങ്ങളും ഞങ്ങൾ നൽകി എന്നതാണ് തൃണമൂൽ നേതാക്കൾ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ആ പ്രതിഷേധം തൽക്കാലത്തേക്ക് അവസാനിച്ചിട്ടുണ്ട്. വലിയൊരു ആശ്വാസം ഈ ഇവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അത് നൽകുന്നുമുണ്ട്. എന്തായാലും അവിടുത്തെ പ്രതിഷേധം തൽക്കാലത്തേക്ക് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പായും അന്വേഷണം ഉണ്ടാകും. അത് അവിടെ സംഭവിച്ചത് എന്താണെന്ന് അവിടെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ശ്രീനാഥ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. പോളിംഗ് മെഷീനുകൾ സുരക്ഷിതമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.